കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഓവർസിയർ പിടിയിലായി. ജില്ലാ പഞ്ചായത്ത് ഓവർസിയർ നവീൻ രവിയാണ് വിജിലൻസ് പിടികൂടിയത്. കരാറുകാരന് ബില്ല് മാറി നൽകാനാണ് കൈക്കൂലി വാങ്ങിയത്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, ഈ കൈക്കൂലി വീരനെ കുറിച്ച് കൂടുതലായി മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷിഹാസ്, അതായത് താമരശ്ശേരി കിഴക്കോത്ത് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. ആ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി ബില്ല് കൈമാറി കരാറുകാരൻ മാസങ്ങളായി ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങുകയാണ്. എഞ്ചിനീയർമാർ അളന്ന് അത് കണക്കൊക്കെ ശരിപ്പെടുത്തി കൊടുത്തു. ഓവർസീറിന്റെ ടേബിളിലേക്ക് ഈ ഫയലായിട്ട് എത്തി. ഒറ്റ ഒരു ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഫയൽ അടുത്ത ടേബിളിലേക്ക് പോകും. പക്ഷെ ആ ഒരു ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മാസങ്ങളായി കരാറുകാരൻ കയറിയിറങ്ങി. ഈ ഓവർസീറായ നവീൻ രവി ആവശ്യപ്പെട്ടത് ആദ്യം ഒരു 5000 രൂപ വാങ്ങി. ആ പണം വാങ്ങിയിട്ടും ഇദ്ദേഹം ഈ ഫയൽ നീക്കിയില്ല. അത് പിന്നീട് 10000 രൂപ ആവശ്യപ്പെട്ടു. അതോടുകൂടിയാണ് ഈ കരാറുകാരൻ വിജിലൻസിനെ സമീപിക്കുന്നത്. അങ്ങനെ വിജിലൻസ് നൽകിയ 10000 രൂപ കൊണ്ടാണ് ഇന്ന് 10:45 രാവിലെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തുന്നു. ഫയൽ റൂമിൽ വെച്ച് ഈ 10000 രൂപ നവീന് കൈമാറുന്നു. അദ്ദേഹം ഈ 10000 രൂപ പാൻസിന്റെ പോക്കറ്റിലിടുന്നു. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിജിലൻസ് സംഘം വന്ന് പിടികൂടുകയാണ് ചെയ്തത്. ഏതായാലും ഇദ്ദേഹം ഇതിനു മുൻപ് ധാരാളം പരാതി ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നുവെന്ന് വിജിലൻസ് പറയുന്നുണ്ട്. വിജിലൻസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആളുകൂടിയാണ് ഈ ഓവർസിയർ നവീൻ എന്ന് പറയുന്നത്. വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് പല കരാറുകാർ ഇത്തരത്തിൽ കൈക്കൂലി കൊടുത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബില്ലുകൾ കൈമാറുന്നത്. പക്ഷേ കരാറുകാർ പരാതി നൽകാൻ മടിക്കുന്നതാണ് ഇത്തരത്തിൽ ഈ കൈക്കൂലി വീരന്മാരെ പിടിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. ഏതായാലും താമരശ്ശേരി സ്വദേശിയെ കരാറുകാരൻ ധൈര്യപൂർവ്വം മുൻപോട്ട് വരികയും വിജിലൻസിനെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ കൈക്കൂലി വീരനെ പിടികൂടാൻ സാധിച്ചതെന്നാണ് വിജിലൻസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഓഫീസ് വിജിലൻസ് പരിശോധിച്ചപ്പോൾ 8 കണക്കിന് ഫയലുകളാണ്, അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ ഉൾപ്പെടെ വന്ന ഫയലുകൾ നീക്കാതെ അവിടെ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഷിഹാസ്, ശരി, സിനോജാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വിജിലൻസ് പറയുന്ന പോലെ തന്നെ ഇത്തരത്തിൽ കൈക്കൂലി കൊടുത്താൽ മാത്രം ഫയലുകൾ നീക്കിത്തരുന്ന ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ കരാറുകാർ ധൈര്യമായി വിജിലൻസിന് പരാതി കൊടുക്കുക. 2 ഗുണമാണ്. ഒന്ന്, ആ കൈക്കൂലിക്കാരൻ പിടിയിലാവുകയും ചെയ്യും. നിങ്ങളുടെ നീങ്ങാത്ത ഫയൽ വളരെ വേഗം നീങ്ങുകയും ചെയ്യും.